നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2018 നടന്ന പിടിപ്പുകേടിന്റെ ആവർത്തനമാണ്, അതിന്റെ സമാനമാണ് ഇപ്പോഴത്തെയും പ്രളയം. രാത്രിക്ക് രാത്രി ഡാം തുറന്നുവിട്ട് ജനങ്ങളെ വെള്ളത്തിൽ മുക്കി. ഞങ്ങളെ കൊല്ലാനിട്ട് കൊടുക്കുന്നോ എന്ന് രോഷം അണപൊട്ടി പത്തനംതിട്ടക്കാരുടെ ചോദ്യം മുൻ സർക്കാരിന്റെയും ഇപ്പോഴത്തെ സർക്കാരിന്റെയും നെഞ്ചത്ത് തറയ്ക്കുന്നു. സർക്കാരുകൾക്ക് പിഴച്ചാൽ ജനം നരകത്തിലാകും എന്നതിന്റെ നടുക്കുന്ന തെളിവാണ് കൺമുന്നിൽ നമ്മൾ കാണുന്ന പത്തനംതിട്ട എന്ന ജില്ലയുടെ കൂട്ട നിലവിളി. ഡാം തുറന്നതിൽ മുതൽ മുന്നറിയിപ്പ് കൊടുക്കുന്നതിൽ തുടങ്ങി മറ്റൊരു ഡാമിന്റെ കാലങ്ങളായുള്ള ദുരിതം വരെ പത്തനംതിട്ടയെ മുച്ചൂടും തകർത്തു. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറക്കല്ലേ, മണിയാറിന്റെ അറ്റകുറ്റപ്പണി എളുപ്പത്തിൽ പൂർത്തിയാക്കണേ എന്നുള്ള ജില്ലക്കാരുടെ ആവലാതി പറച്ചിൽ കേൾക്കാൻ പോലും ഭരണകൂടം തയ്യാറായില്ല. മുൻ സർക്കാരിന്റെ കാലത്തെ വലിയ പിടിപ്പുകേടും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. പത്തനംതിട്ടയിലെ പ്രളയത്തിന് കാരണം എന്താണ്? മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നത് മുന്നറിയിപ്പില്ലാതെയാണ്. മണിയാറിനാണെങ്കിൽ ഷട്ടറുമില്ല. ഓഗസ്റ്റ് 1 പുലർച്ചെ റാന്നിയിലുണ്ടായ മിന്നൽ പ്രളയം 2018 സമാനം തന്നെയാണ്. KCBയുടെ മൂഴിയാർ ഡാമിൽ 192.94 മീറ്ററാണ് പരമാവധി ജലസംഭരണ ശേഷി. ജൂലൈ 31 രാത്രി 8 മണിക്ക് ജലനിരപ്പ് 192.63 മീറ്ററിലെത്തിയിരുന്നു. ഷട്ടറുകൾ അടിയന്തരമായി തുറക്കേണ്ട സാഹചര്യമായിട്ടും താഴെയുള്ള കക്കാട്, അള്ളുങ്കൽ, കാരിക്കയം ഡാം അധികൃതരെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചില്ല. മൂഴിയാറിലെ 2ാം നമ്പർ ഷട്ടർ അപ്രതീക്ഷിതമായി 10 സെന്റിമീറ്റർ തുറന്നു. ഇതിനിടെയായിരുന്നു ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലുണ്ടായ മണ്ണിടിച്ചിൽ. മണ്ണും ചെളിയും മണിയാർ ഡാമിൽ ഒലിച്ചെത്തി. അവിടെ 5 ഷട്ടറുകളും പൂർണ്ണമായും തുറന്നു കിടക്കുകയായിരുന്നു. കക്കാട്ടാറിലൂടെ പമ്പയിൽ വെള്ളമെത്തി പ്രളയം പൊടുന്നനെ ഉണ്ടായി. റാന്നി നഗരവും ആറന്മുളയും കോഴഞ്ചേരിയും മുങ്ങി. പത്തനംതിട്ടക്കാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് മണിയാർ ഡാമിന്റെ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന്. മുൻ സർക്കാർ ഈ പണി ഇഴയ്ക്കുകയായിരുന്നു. ഇത് അപകടം, ദുരിതപ്പെയ്ത്ത് ഇനിയും ഉണ്ടാകുമ്പോൾ ഡാമിന്റെ പണി തീരാത്തത് ഭീഷണിയാകുമെന്ന് പത്തനംതിട്ടക്കാർ പല ആവർത്തി പറഞ്ഞിട്ടും പിണറായി സർക്കാർ ചെവിക്കൊണ്ടില്ല. ഒടുക്കം ജില്ലയെ വെള്ളത്തിൽ മുക്കി. 2018 പ്രളയത്തിൽ തകർന്ന മണിയാറിലെ 5 ഷട്ടറുകൾക്ക് പകരം പുതിയത് പുനഃസ്ഥാപിച്ചിട്ടില്ല. 3 വർഷം മുൻപ് തുടങ്ങിയ നിർമ്മാണം 60% മാത്രമാണ് പൂർത്തിയായത്. കരാർ ഏറ്റെടുത്ത കൊൽക്കത്ത കമ്പനി ആദ്യമായാണ് ഷട്ടറുകൾ നിർമ്മിക്കുന്നത്. പരിചയക്കുറവ് നിർമ്മാണത്തെ വല്ലാതെ ബാധിച്ചു. മഴയില്ലെങ്കിൽ 1 വർഷത്തോളം വേണം ഈ പണികൾ പൂർത്തിയാക്കാൻ. 2018 തകർന്ന ഡാമിന്റെ പണി പൂർത്തിയാക്കാൻ 2026 മെയ് 17 വരെ അധികാരത്തിലിരുന്ന പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല. ജില്ലയുടെ മന്ത്രിയായിരുന്ന വീണ ജോർജ് എന്തുകൊണ്ട് പത്തനംതിട്ടക്കാരുടെ ദുരിതം സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചില്ല? പരിചയക്കുറവുള്ള കമ്പനിയെ എന്തിന് കരാർ ഏൽപ്പിച്ചു? ചോദ്യങ്ങൾ ഒരുപാടാണ്. ഇതിന് പിണറായി വിജയൻ ഉത്തരം പറയുക തന്നെ വേണം. മണിയാറിലെ ഷട്ടറുകൾ തകർന്നത് 2018 പ്രളയത്തിലാണ്. ഷട്ടറുകൾ സ്ഥാപിക്കാൻ 7 കോടിയുടെ പദ്ധതി പണി തുടങ്ങിയത് 2023. നിർമ്മാണ കാലയളവ് 8 മാസമായിരുന്നു. ഡാം കമ്മീഷൻ ചെയ്തത് 1979 ഫെബ്രുവരിയിലാണ്. ഇതിന്റെ ഉയരം 18 അടിയാണ്. സ്വകാര്യ കമ്പനിയായ കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളം 500 മീറ്റർ അകലെ എത്തിച്ചാണ്. 1 2 അല്ല, 7 ഷട്ടറുകളുള്ള മണിയാർ ഡാമിന്റെ 5 ഷട്ടറുകളും നിലവിൽ പൂർണ്ണമായും തുറന്നു കിടക്കുകയാണ്. ഗുരുതര പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. മുകളിലുള്ള മൂഴിയാർ ഡാം തുറക്കുമ്പോഴോ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുമ്പോഴോ എത്തുന്ന വെള്ളം തടഞ്ഞു നിർത്താൻ മണിയാറിൽ ഷട്ടറുകൾ ഇല്ലാത്തതിനാൽ വെള്ളം നേരിട്ട് കക്കാട്ടാറിലൂടെ പമ്പ നദിയിലേക്ക് ഒഴുകുകയും റാന്നി ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരാൻ ഇത് കാരണമാകുകയും ചെയ്യുകയാണ്. ഡാമിന് വെള്ളം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തം വലുതാണ്. പത്തനംതിട്ട മലയോര പ്രദേശമാണ്. ഇടിച്ചുകുത്തി കല്ലും മണ്ണും ചെളിയും കൊണ്ട് ഒലിച്ചിറങ്ങുന്ന ജലം മണ്ണിടിച്ചിലുകൾക്കും ഉരുൾപൊട്ടലുകൾക്കും വഴിവെക്കും. പിന്നെ സംഭവിക്കുന്നത് പ്രവചിക്കാനാകാത്ത നാശനഷ്ടങ്ങളായിരിക്കും. പമ്പ ജലസേചന പദ്ധതിയുടെ പ്രധാന സംഭരണിയായ മണിയാർ അണക്കെട്ടിന്റെ സുരക്ഷയിൽ 2018 മുതൽ ആശങ്ക ശക്തമാണ്. ഡാമിന്റെ വലത് കരയോട് ചേർന്ന ഭാഗത്തെ 2ാം നമ്പർ ഷട്ടർ തുറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ പ്രളയത്തിലെ കുഴപ്പത്തിന് ഇനിയും ആരും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. അതിന്റെ കൂടെയാണ് അടുത്ത പ്രളയവും കൂടി.
മഴ ശക്തമായാൽ നീരൊഴുക്ക് കൂടും. മൂഴിയാർ തുറന്നാൽ നേരെ മണിയാറിലേക്ക് ജലം ഇരച്ചെത്തും. ഇതോടെ മണിയാർ, വടശ്ശേരിക്കര, റാന്നി പ്രദേശങ്ങളിലുള്ള പമ്പയാറിന്റെ തീരങ്ങൾ പൂർണ്ണമായും മുങ്ങും. മധ്യ തിരുവിതാംകൂറിനെ മുക്കിയ 2018 പമ്പ നദിയിലെ പ്രളയത്തിന് പല കാരണങ്ങളുണ്ട്. 8 അണക്കെട്ടുകളിലെ വെള്ളം തുറന്നുവിട്ടപ്പോഴുണ്ടായ ഒഴുക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിശക്തമായ മഴയ്ക്കൊപ്പം മലയോര മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലുകളും പ്രളയത്തിന് അന്ന് കാരണമായിരുന്നു. കക്കി, ആനത്തോട്, മൂഴിയാർ, കൊച്ചുപമ്പ, കാരിക്കയം, അള്ളുങ്കൽ, മണിയാർ, പെരുന്തേനരുവി എന്നിവയാണ് പമ്പ നദിയിലെ അണക്കെട്ടുകൾ. ഇവ തുറന്നുവിട്ടതോടെ ത്രിവേണിയിലെ 3 തടയണകളും കവിഞ്ഞൊഴുകി. ഈ വെള്ളമെല്ലാം പമ്പ നദിയുടെ 176 കിലോമീറ്റർ വിസ്തൃതമായ തീരങ്ങളെ വിഴുങ്ങുകയാണ് 2018 ചെയ്തത്. കഴിഞ്ഞ പ്രളയകാലത്ത് മണിയാർ അണക്കെട്ട് കവിഞ്ഞ് വെള്ളം ഒഴുകുക എന്നല്ല, കുത്തിയൊലിക്കുകയായിരുന്നു. 4 ഷട്ടറുകൾ തുറന്നുവിട്ടായിരുന്നു അന്ന് ജലനിരപ്പ് കുറച്ചത്. വലതുകരയോട് ചേർന്ന ഭാഗത്തെ 2ാം നമ്പർ ഷട്ടർ തുറക്കാനുമായില്ല. ഇതോടെയാണ് അന്ന് വെള്ളം ഡാമിന് മുകളിലൂടെയും കരകവിഞ്ഞൊഴുകിയത്. ഷട്ടറിന് മുകളിലൂടെ വെള്ളം കുത്തി ഒലിക്കുന്നതാണ് അണക്കെട്ടിന് സുരക്ഷാ ആശങ്കയുണ്ടാക്കുന്നത്. മലവെള്ളപ്പാച്ചിലിൽ 2ാം ഷട്ടറിന്റെ താഴ്ഭാഗത്ത് അണക്കെട്ടിന് നാശവും ഉണ്ടായി. കോൺക്രീറ്റ് അടർന്നുപോയി. വലതുകരയിലെ 1ാം നമ്പർ ഷട്ടറിന്റെ താഴ്ഭാഗത്തും ഇത്തരത്തിൽ കോൺക്രീറ്റ് അടർന്നിട്ടുണ്ട്. വീണ്ടും വെള്ളം കുത്തിയൊലിച്ചാൽ ശേഷിക്കുന്ന ഭാഗവും തകരും. ഇത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രദേശവാസികൾ പല ആവർത്തി മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇതൊക്കെ മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഭരണാധികാരികൾ വൈകുന്നു? മണിയാർ ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് സംരക്ഷണ ഭിത്തി തകർന്ന് കരയിടിഞ്ഞ് താഴ്ന്ന് മണ്ണൊലിച്ച് വൻ ഗർത്തവും അന്ന് രൂപപ്പെട്ടിരുന്നു. മണിയാർ ഡാമിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് കരയിടിഞ്ഞ് താഴ്ന്ന ഡാമിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തു. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ടെങ്കിലും ഇത് സുരക്ഷിതമല്ല എന്നാണ് വിലയിരുത്തൽ. ഡാമിന് തകർച്ച നേരിട്ടാൽ മണിയാർ മുതൽ പൂവത്തുംമൂട് വരെ, കക്കാട്ടാറിന്റെയും പൂവത്തുംമൂട്, ചെങ്ങന്നൂർ വരെ പമ്പ നദിയുടെ തീരപ്രദേശങ്ങളെയും ഇത് ബാധിക്കും. കക്കാട്ടാറ്റിലെ അണക്കെട്ടാണ് ഇത് പമ്പയിൽ വീണ്ടും വലിയ ദുരന്തത്തിന് വഴിവെക്കും. ചെങ്ങന്നൂരും കുട്ടനാടും വീണ്ടും പ്രതിസന്ധിയിലാകും. ശബരിഗിരി, കക്കാട് പദ്ധതികളിലും കാരിക്കയം, അള്ളുങ്കൽ എന്നീ സ്വകാര്യ പദ്ധതികളിലും വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് മണിയാറിൽ സംഭരിക്കുന്നത്. 31.5 മീറ്ററാണ് ഡാമിന്റെ ജലസംഭരണ ശേഷി. 2 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഡാമിന്റെ വൃഷ്ടി പ്രദേശം. 1995 മുതൽ വൈദ്യുതോൽപാദനവും നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറിലേത്. അതായത് പത്തനംതിട്ട ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും അതിപ്രധാനമായ ഒരു ഡാം. എന്നിട്ടും ഇതിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ കഴിഞ്ഞ സർക്കാർ അലംഭാവം കാണിച്ചത് ഗുരുതര പിഴവാണ്. 2018 ഇത് തകർന്നിട്ട്, അതായത് ഷട്ടറുകൾ തകർന്നിട്ടും 2026 ആയിട്ടും ഇതുവരെയും അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1 വർഷം മതിയാകും ഇതിന്റെ പണികൾ പൂർത്തിയാക്കാൻ. 8 മാസം അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1 വർഷം. പക്ഷേ എന്തുകൊണ്ട് ഇതുവരെയും ആ പണി ദ്രുതഗതിയിൽ നടപ്പാക്കിയില്ല? അതൊരു ചോദ്യമല്ലേ? 2018 നമുക്കുണ്ടായ പ്രളയം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ പാഠം പഠിച്ചിട്ടില്ല. സർക്കാരുകൾ വീണ്ടും അലംഭാവം കാണിക്കുകയാണ്. ഈ സർക്കാർ മണിയാർ ഡാം വിഷയത്തിൽ കൈമലർത്തും. കാരണം അവർക്ക് മുന്നിലുള്ള ന്യായം ഞങ്ങൾ അധികാരത്തിൽ കയറിയിട്ട് 3 മാസം ആയിട്ടേ ഉള്ളൂ എന്നാണ്. എന്നാൽ പത്തനംതിട്ടയിൽ ഉണ്ടായ പ്രളയത്തിൽ ഈ സർക്കാരിനും കൈ കഴുകാൻ കഴിയില്ല. കാരണം മൂഴിയാർ തുറന്നതിൽ കൃത്യമായ നടപടി പോലും പാലിച്ചിട്ടില്ല. മുന്നറിയിപ്പും കൊടുത്തില്ല. മുന്നറിയിപ്പ് കൊടുത്തതിൽ വലിയ പിഴവുകളും സംഭവിച്ചു. 2018 മുതൽ കേരളത്തിൽ തുടർച്ചയായി പ്രളയമാണ്. എന്നിട്ടും എന്തുകൊണ്ട് കൃത്യസമയത്ത് നടപടിയെടുക്കാനും ഡാമുകളുടെയും അണക്കെട്ടുകളുടെയും ഒക്കെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല? തുടരെ ഇരു സർക്കാരുകളുടെയും ഭാഗത്തു നിന്ന് വലിയ പിഴവുകൾ സംഭവിക്കുന്നു. ചത്തുമലയ്ക്കുന്നത് കുറെ മനുഷ്യരാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാരുകൾ പരസ്പരം കുറ്റപ്പെടുത്തും. അതിനിടയിൽ കയറി കുറെ പേർ രാഷ്ട്രീയം കളിക്കും. എന്നാൽ ശാശ്വത പരിഹാരത്തിനോ പിഴവുകൾ പരിഹരിക്കാനോ നടപടികൾ ഉണ്ടാകുന്നില്ല. കാലാകാലങ്ങളായി എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നത് കുറെ പാവം മനുഷ്യർക്കാണ്. സംസ്ഥാനം വലിയ കെടുതിയിലൂടെയാണ് കടന്നു പോകുന്നത്. വിവിധ ജില്ലകളിൽ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. വരും മണിക്കൂറുകളിലും ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന്, അതായത് ഓഗസ്റ്റ് 4-ാം തീയതി 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമ്പൂർണ്ണ അവധിയും 2 ജില്ലകളിൽ നിയന്ത്രിത അവധിയും പ്രഖ്യാപിച്ചു.
ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത്. ഈ ജില്ലകളെല്ലാം തന്നെ മഴയുടെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ മുന്നറിയിപ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തിങ്കളാഴ്ച മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞുവെങ്കിലും വെള്ളക്കെട്ട് കെടുതികളും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും തുടരുകയാണ്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മൂലം 3 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 20ആയി. വെള്ളപ്പാച്ചിലിൽ കാണാതായ 7 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. 17 പേർ മരിച്ചുവെന്നും 5 പേരെ കാണാതായെന്നുമാണ് ഔദ്യോഗിക കണക്ക്. കോട്ടയത്തും മലപ്പുറത്തുമാണ് മരണം കൂടുതൽ, 4 വീതം. 2ഇടത്തും ഓരോരുത്തരെ കാണാതായിട്ടുണ്ട്. തിങ്കളാഴ്ച ഓരോരുത്തർ കൂടി മരിച്ചതോടെ തിരുവനന്തപുരത്തും കൊല്ലത്തും മരണം 3ആയി. തിരുവനന്തപുരത്ത് 2 പേരെയാണ് കാണാതായത്. കൊല്ലത്ത് ഒരാളെയാണ് കണ്ടെത്താനുള്ളത്. ഇടുക്കിയിൽ 2 പേരാണ് മരിച്ചത്. കണ്ണൂരിൽ 1 മരണം. ഇവിടെ 2 പേരെ കാണാതായിട്ടുണ്ട്. പത്തനംതിട്ടയിലും കോഴിക്കോടും എറണാകുളത്തും ഓരോ മരണമാണ്. 353 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 13,496 പേർ കഴിയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം വെള്ളമിറങ്ങിയ റാന്നിയിൽ വീണ്ടും വെള്ളം കയറി തുടങ്ങിയത് വലിയ ആശങ്കയാണ്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും മണ്ണിടിച്ചിലുകളും തുടരുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് രൂക്ഷമായ മഴക്കെടുതികൾ. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയതോടെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ മുങ്ങി. തൃശൂരിൽ അണ്ടത്തോട്ട് പെരിയമ്പലം ലിങ്ക് റോഡ് കടലെടുത്തു. പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരിടത്ത് മണ്ണിടിച്ചിലും മറ്റൊരിടത്ത് ഉരുൾപൊട്ടലുമുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ തയ്യേനിയിൽ ഉരുൾപൊട്ടിയ ഭാഗത്ത് മലവെള്ളപ്പാച്ചിൽ തുടരുകയാണ്. നീലേശ്വരം ഭാഗത്ത് വെള്ളമിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വീടിന് സമീപത്തെ ആറ്റിൽ നെടുമങ്ങാട്, പാങ്കോട്, ഇര്യനാട്, മേക്കുംകര, പുത്തൻവീട്ടിൽ അനിൽകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടൽക്ഷോഭത്തിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. മരിച്ച 2 മത്സ്യത്തൊഴിലാളികളുടെ സംസ്കാരം നടത്തി. കൊല്ലത്ത് വെള്ളിയാഴ്ച തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി കന്യാകുമാരി മണ്ടക്കാട് പുതിയൂർ സ്വദേശി അർജുന്റെ മൃതദേഹം കൊല്ലം പോർട്ടിനടുത്തുള്ള തീരത്ത് കണ്ടെത്തി. നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. പത്തനംതിട്ടയിൽ പന്തളം ചേരിക്കൽ കരിങ്ങാലിപ്പാടത്തെ വെള്ളക്കെട്ടിൽ വീണ് ചെറുമല സ്വദേശി ലെനിൻ മരിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യത്തിന് വെളിച്ചം ഒരുക്കിയിട്ടില്ല എന്നുള്ള ആക്ഷേപവുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തനം മതിയായ രീതിയിൽ ഇല്ല എന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത്. ആലപ്പുഴയിൽ കഴിഞ്ഞ 2 ദിവസത്തെ കണക്കനുസരിച്ച് മഴ കൂടുതൽ പെയ്തത് ചേർത്തലയിലാണ്, 171 മില്ലിമീറ്റർ. 41 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1986 പേരാണ്. ഇടുക്കിയിൽ ഞായറാഴ്ച രാത്രി തടിയമ്പാട്ട് മണ്ണിടിച്ചിലുണ്ടായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം രാത്രി യാത്ര നിരോധിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും മരങ്ങളൊക്കെ കടപുഴകി വീണതിന്റെ പ്രതിസന്ധികൾ തുടരുകയാണ്. എറണാകുളത്ത് കോതമംഗലത്ത് മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 102 പേർ കഴിയുന്നുണ്ട്. മലപ്പുറത്ത് നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ കാരാത്തോട്ട് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് സമീപം വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. കൊളത്തൂർ കാരാട്ടുപറമ്പിൽ ഉരുൾപൊട്ടലിൽ 200 മീറ്ററോളം കൃഷിയിടം നശിച്ചിട്ടുണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള 3 വിമാനങ്ങൾ വൈകിയിരുന്നു. 7 ക്യാമ്പുകളിലായി 100 പേരാണ് കഴിയുന്നത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ 30 ക്യാമ്പുകളിലായി 1021 പേർ കഴിയുന്നുണ്ട്. വയനാട്ടിലും മഴ ശക്തമാണ്. 24 മണിക്കൂറിനിടെ കൂടുതൽ മഴ തവിഞ്ഞാലിലാണ് പെയ്തത്, 128 മില്ലിമീറ്റർ മഴ. 22 ക്യാമ്പുകളിലായി 1347 പേരാണ് കഴിയുന്നത്. വീണ്ടും വലിയൊരു പ്രളയത്തിന് നടുവിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. തുടരെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിഴവുകൾ തുടരുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പിഴവുകളും ഈ കാലത്തും ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർക്കുക, 2018 ദുരന്തമുണ്ടാകുമ്പോൾ വലിയ നാശനഷ്ടങ്ങൾക്ക് നടുവിലായിരുന്നു നമ്മൾ. അതിൽ നിന്നും കരകയറാൻ പാടുപെടുമ്പോൾ 2019 വീണ്ടും പ്രളയം. പിന്നീട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഓരോ ജില്ലക്കാർ നടുങ്ങി വിറയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഭരണകൂടത്തിനും പിഴവുകൾ സംഭവിക്കുന്നു. ജനങ്ങളെ കൊല്ലാക്കൊലയ്ക്ക് ഇട്ടുകൊടുക്കുകയാണെന്നുള്ള വലിയ ആക്ഷേപം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.